ഒറ്റ വീഡിയോയിൽ നിന്ന് തന്നെ എനിക്ക് 3500 വാച്ച് അവർ കിട്ടി, 1200 സബ്സ്ക്രൈബർ കിട്ടി, 1.1K ലൈക്ക് കിട്ടി. അങ്ങനെ ഞാൻ തന്നെ ഷോക്കായിപ്പോയി. അപ്പോൾ ഇത് ഉടനെ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് നിങ്ങൾ യു ആർ എ യൂട്യൂബ് പാർട്ട്ണർ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇങ്ങനെ വന്നു. അപ്പോഴാണ് എനിക്ക് തിരുത്താനും പറ്റാത്ത ഒരവസ്ഥയിൽ എനിക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും നല്ല സന്തോഷത്തിലായിരിക്കും. കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞ് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് സന്തോഷമായിരിക്കും. ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ നല്ല ടെൻഷൻ അടിച്ചാണ് അതെല്ലാം കണ്ടുകൊണ്ടിരുന്നിട്ട് എനിക്ക് ഫോൺ കാണുമ്പോഴേ എനിക്കൊരു പേടി. ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും രജി സതി അബി ബ്ലോഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സന്തോഷം നമ്മുടെ ഫാമിലി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മോണിറ്റൈസ് ആകുമ്പോൾ തന്നെ നമ്മൾ നല്ല സന്തോഷത്തിലായിരിക്കുമല്ലോ. പക്ഷേ എനിക്ക് അധികം സന്തോഷമൊന്നുമില്ല, കാരണം ഞാൻ ആകെ ഒരു ചെറിയ ടെൻഷനിലാണ്. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അതിനു മുന്നേ എൻ്റെ ചാനലിലുള്ള വീഡിയോസ് അത്രയൊന്നും റീച്ചുള്ള ചാനലൊന്നും അല്ല, എൻ്റെ ഒരു കുഞ്ഞു ചാനലാണ് കേട്ടോ. അപ്പോൾ അത് ഇത്ര പെട്ടെന്ന് മോണിറ്റൈസ് ആവും, ഇത്ര പെട്ടെന്ന് വെച്ചാൽ ഞാൻ 1 ഇയർ കഴിഞ്ഞു ചാനൽ തുടങ്ങിയിട്ട്. എന്നാലും മോണിറ്റൈസ് ആയത് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാതെയാണ് പെട്ടെന്ന് മോണിറ്റൈസ് ആയത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ കയറി വൈറലായി. അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാതെ പറ്റില്ല. എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവാൻ സഹായിച്ച എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഞാൻ ചാനൽ തുടങ്ങിയത് ആഗസ്റ്റ് മാസം 2003 ആഗസ്റ്റിലാണ് ചാനൽ തുടങ്ങിയത്. വീഡിയോ അപ്ലോഡ് ചെയ്തു തുടങ്ങിയത് സെപ്റ്റംബർ മാസത്തിലാണ്. അപ്പോൾ ഈ 2024 ആഗസ്റ്റ് മാസം കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ വാച്ച് അവർ കുറഞ്ഞു തുടങ്ങി കേട്ടോ. അപ്പം തന്നെ എനിക്ക് 3000 അടുപ്പിച്ച് വാച്ച് അവർ ആയിരുന്നു. 2000 സംതിങ് വാച്ച് അവർ ഉണ്ടായിരുന്നു. ഞാൻ നല്ല പ്രതീക്ഷയിലായിരുന്നു. എനിക്ക് പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നിട്ട് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അങ്ങനെ വലിയ വ്യൂസും കാര്യമൊന്നുമില്ല. പക്ഷേ എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. ഒരു 1-2 വീഡിയോ ഒക്കെ 19K വരെ കയറിയ ഒരു വീഡിയോ ഉണ്ട്. അതിൽ തന്നെ എനിക്ക് 500 സംതിങ് മണിക്കൂറുണ്ട്. അത് കാരണം വെച്ചാൽ 3 മിനിറ്റുള്ള വീഡിയോ ആണത്. അത് നല്ലൊരു കണ്ടന്റ് ആയിരുന്നു. അത് ഒരു 19K വരെ കയറി. അങ്ങനെ എനിക്ക് ഒരു 3000 അടുപ്പിച്ച് വാച്ച് അവർ കയറിയിരുന്നു. പക്ഷേ 1 ഇയർ കഴിഞ്ഞ് അടുത്ത 2024 സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് എൻ്റെ വാച്ച് അവർ കംപ്ലീറ്റും നല്ല കുത്തനെ കുറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ചാനൽ തുടങ്ങിയ സമയത്താണ് എനിക്ക് വാച്ച് അവർ കൂടുതലുണ്ടായിരുന്നത്. ആ വാച്ച് അവർ എല്ലാം പെട്ടെന്ന് തന്നെ കുറഞ്ഞ് 3000 അടുപ്പിച്ചായ വാച്ച് അവർ 1000 സംതിങ് ആയി വന്ന് ഞാൻ നല്ല ആകെ തകർന്നു 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് മടിച്ച് ചാനൽ നിർത്താൻ വരെ ആലോചിച്ചു. നല്ലവണ്ണം കഷ്ടപ്പെട്ട് 1 വർഷം ഫുള്ള് രാത്രിയൊക്കെ ഉറക്കൊഴിഞ്ഞ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് നമ്മൾ ഫാമിലിയായിട്ട് താമസിക്കുമ്പോൾ വീട്ടിലെ കാര്യവും ചാനലിൻ്റെ കാര്യമെല്ലാം നോക്കി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരു പ്രയോജനം ഇല്ലാതായിപ്പോയി. നമ്മൾ കഷ്ടപ്പെട്ട് ഒപ്പിച്ച ഈ വാച്ചറൊക്കെ കംപ്ലീറ്റ് ഒഴുകിപ്പോയപ്പോൾ കാലിന് താഴെ മണ്ണൊലിച്ച് പോകുന്ന കണക്കുള്ളൊരു ഫീലിങ്. നല്ലവണ്ണം ടെൻഷനുമായി, ഷോക്കായി. പിന്നെ ഒരു എന്താ പറയുക, ചാനലിൽ നിർത്താം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. എനിക്ക് മടുത്തു, ഞാൻ ചാനൽ നിർത്തുകയാണ് എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതിനോടങ്ങനെ ഈ 1 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് കുറച്ച് വ്യൂസൊക്കെ, നമ്മൾ സ്ഥിരം വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ നമ്മളെ ഒരുപാട് സമാധാനിപ്പിച്ചു. നമ്മൾ വീഡിയോ ചെയ്യും, നമ്മളെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ഓർത്തിട്ട് നമുക്ക് ചാനൽ നിർത്താനും തോന്നില്ല. അവർ നമ്മളെ പ്രതീക്ഷിച്ച് നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്ന ഒരു കുറച്ച് പേര്. അപ്പം നമ്മൾ എന്താ പറയുക, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിൽ ചാനൽ നിർത്തണോ വേണ്ടേ, പിന്നെ ആർക്കോ വേണ്ടി ഇട്ട് വീഡിയോ ഇട്ടുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിലായി. പിന്നെ ഞാനിങ്ങനെ യൂട്യൂബിലെ വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് അപ്പോൾ വീഡിയോ വൈറലാവാൻ വേണ്ടിയിട്ടുള്ള എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ ഞാനൊരു വീഡിയോ കണ്ടു. അങ്ങനെ അത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഞാൻ വെറുതെ ഒന്ന് ഇട്ടതാണ്. ഇട്ടിട്ട് ആ വീഡിയോ അത് നല്ലൊരു കണ്ടന്റാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട് കേരളയിൽ കൊല്ലം പരവൂരാണ്. എൻ്റെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് തമിഴ്നാട് മാർത്താണ്ടാണ്. അപ്പം ഞാൻ ചാനൽ തുടങ്ങാൻ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്കൊരു കണ്ടന്റ് ഒപ്പിക്കാം. തമിഴ്നാട്ടിലെ കാര്യങ്ങൾ എൻ്റെ കേരള ചാനലല്ലേ, മലയാളം ചാനലല്ലേ. അപ്പം കേരളീയർക്ക്, മലയാളികൾക്ക് നമ്മുടെ തമിഴ്നാട്ടിലെ ട്രാവൽ ഒക്കെ പോകുന്ന സ്ഥലങ്ങളും പിന്നെ തമിഴ്നാട്ടിലെ രീതികളൊക്കെ വെച്ചിട്ട് വീഡിയോ ഒക്കെ ചെന്നൊക്കെയാണ് പ്ലാന്. എൻ്റെ ചാനലിൽ ഞാൻ ഇടുന്നത് തന്നെ അത് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, ഡേ ഇൻ മൈ ലൈഫ്, വാട്ട് ഐറ്റ് ഇൻ എ ഡേ, അതൊക്കെയാണ് ചെയ്യുന്നത്. ട്രാവൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എനിക്ക് വ്യൂസൊക്കെ തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് മിക്കവാറും കൂടുതലും വാട്ട് ഐറ്റ് ഇൻ എ ഡേ ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പം ഞാനിപ്പോൾ ഇട്ട കണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മുടെ തമിഴ്നാട്ടിലെ റേഷൻ കടയിൽ പോകുന്ന ഒരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറിയാൽ കാണാം തമിഴ്നാട്ടിലെ റേഷൻ കടയിൽ എന്തൊക്കെ നമുക്ക് ലഭിക്കും എന്നുള്ളത്. അത് കേരളത്തിലുള്ള ആൾക്കാർ കാണുമ്പോൾ അവർക്ക് നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, അന്ന് നോക്കിക്കളയാൻ എന്തൊക്കെയാണ് കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ വെറുതെ അപ്ലോഡ് ചെയ്തിട്ടിട്ട് ഞാൻ എൻ്റെ ചേച്ചി എന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, ഡെലിവറി ആയിട്ട്. അപ്പോൾ ഞാനാണ് ഹോസ്പിറ്റലിൽ കൂടെ നിൽക്കുന്നത്. അങ്ങനെ ഞാനങ്ങ് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഞാൻ പിന്നെ ഒരാഴ്ച വീഡിയോ ഇടുന്നില്ല, എൻ്റെ ചാനൽ നോക്കുന്നൊന്നുമില്ല. ആദ്യമൊന്നും ആ ചാനലിൻ്റെ ആ വീഡിയോയ്ക്ക് വലിയ വ്യൂസും കാര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ നോക്കി 1K ആയി 2K ആയി പതുക്കെ ആ വീഡിയോ കയറി 10K 20K 30K കഴിഞ്ഞ് 40 50 60 70 കഴിഞ്ഞ് ഇപ്പം 81K ആയി നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് വാച്ചർ കുറഞ്ഞ് വന്നിട്ട് പിന്നെ പതുക്കെ ഗ്രോ ആയി തുടങ്ങി. ലാസ്റ്റ് എനിക്ക് വേണ്ട വാച്ച് അവർ 4000 വേണ്ടത് 1500 മണിക്കൂറായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ എനിക്ക് ഈ ഒറ്റ വീഡിയോയിൽ നിന്ന് തന്നെ എനിക്ക് 3500 വാച്ച് അവർ കിട്ടി. 3500 വാച്ച് അവർ കിട്ടി, 1200 സബ്സ്ക്രൈബർ കിട്ടി, 1.1K ലൈക്ക് കിട്ടി. അങ്ങനെ ഞാൻ തന്നെ ഷോക്കായിപ്പോയി. അപ്പോൾ ഞാൻ 1 ഇയർ കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചാനൽ ഗ്രോ കുറഞ്ഞ് വാച്ചർ കുറഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ മനസ്സ് മടിച്ചു. ഞാൻ മോണിറ്റൈസേഷൻ്റെ പ്രോസസ്സ് ഒന്നും നോക്കി പഠിച്ചിട്ടൊന്നുമില്ലായിരുന്നു. എനിക്ക് അതിനെപ്പറ്റി വീഡിയോ കാണുമ്പോൾ എനിക്ക് വിഷമമാണ്. കാരണം നമ്മുടെ ചാനൽ ഇനി ഇപ്പോഴത്തെ മോണിറ്റൈസ് ആവത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ ശ്രദ്ധിക്കാതിട്ടൊരു ചാനലായിരുന്നു. അപ്പോൾ ഞാൻ ആ പ്രോസസ്സൊന്നും പഠിക്കാമായിരുന്നു. എനിക്ക് പറ്റിയ അമളി ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം നിങ്ങൾക്കും ഇനി ഇങ്ങനെ ഒരു അബദ്ധം പറ്റരുത്. കാരണം നമ്മൾ മുന്നേ തന്നെ എന്താ പറയുക വാച്ചർ അടുത്ത് വരാറാകുമ്പോൾ തന്നെ നമ്മൾ ഈ പ്രോസസ്സ് ഈ മോണിറ്റൈസേഷൻ ചെയ്യുന്ന പ്രോസസ്സൊക്കെ നോക്കി പഠിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ ഞാൻ ആ വീഡിയോ ഒന്നും നോക്കി പഠിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് ആണ് എനിക്ക് ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്ക് 80K കഴിഞ്ഞു, 81K ആവാറായിരിക്കുന്നു. എനിക്ക് വാച്ചർക്ക് തികഞ്ഞു എന്ന് മനസ്സിലായി. പക്ഷേ എനിക്ക് ഡിസംബർ 6 ആയപ്പോഴാണ് കംപ്ലീറ്റ് വാച്ചർ ആയത്. പക്ഷേ ഡിസംബർ 1 വരെ അപ്ഡേഷനെ കാണിച്ചിട്ടുള്ളൂ നമ്മുടെ YT സ്റ്റുഡിയോയിൽ. അപ്പോൾ ഡിസംബർ 1 ആയപ്പോഴത്തേക്ക് എൻ്റെ 3000 വാച്ചവർ ആവാറായി കഴിഞ്ഞിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കി 3000 വാച്ചവറായി. എനിക്ക് ഹാഫ് മോണിറ്റൈസേഷൻ്റെ വന്ന് കിടക്കുന്ന മെസ്സേജ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നത്, കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇപ്പോഴൊന്നും ആവത്തില്ലെന്ന്. ഞാൻ അതിൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. കാരണം ആ ഒരു വീഡിയോ വൈറലായതിൻ്റെ ഷോക്കും പെട്ടെന്ന് മോണിറ്റൈസേഷൻ വന്ന് ആ ഒരു മെസ്സേജ് വന്നതിൻ്റെ ഷോക്കും എല്ലായിടായിട്ട് ഒരു BP ഒക്കെ കയറിയിട്ട് ഒരുമാതിരി ടെൻഷനായിപ്പോയി. അത് ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഒരു കേസ് നല്ല തിരക്കായിരിക്കും. നമ്മൾ ഓരോ കാര്യത്തിനും ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം ചെയ്ത് ഓരോ മൈൻഡിലായിരിക്കും. എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് ആകെ അങ്ങ് വട്ടായിപ്പോയി. അപ്പോൾ എൻ്റെ മനസ്സിലെന്താണ്, ഇങ്ങനെ ഹാഫ് മോണിറ്റൈസേഷൻ പ്രോസസ്സ് ഇങ്ങനെ വന്ന് കിടക്കും, നമ്മൾ ചെയ്യേണ്ട ഇത് വന്ന് കിടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ മോണിറ്റൈസേഷൻ കട്ടാവും എന്നൊക്കെയുള്ള വിചാരത്തിൽ ഞാൻ പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ കുറേ പേരെ വിളിച്ചു. യൂട്യൂബിൽ കോൺടാക്റ്റിൽ ഒത്തിരി പേരെ വിളിച്ചു. എല്ലാവരും പറഞ്ഞു തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. കുറേ വീഡിയോ ഒക്കെ തപ്പിപ്പിടിച്ച് ഓടിച്ചിട്ട് എന്തൊക്കെയൊക്കെ കാട്ടിക്കൂട്ടാൻ എനിക്ക് തന്നെ അറിയത്തില്ല ഒരു ദിവസങ്ങളിൽ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് എന്താ പറയുക, ഫോമൊക്കെ നമ്മൾ ഫില്ല് ചെയ്യാൻ തന്നതിൽ നെയിം കിടക്കുന്നത് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ സ്വന്തം പേര്, അത് നമ്മൾ ഏത് ID ആണോ നമ്മളിപ്പം മോണിറ്റൈസേഷൻ കൊടുക്കേണ്ട ID വെരിഫിക്കേഷന് കൊടുക്കേണ്ട സാധനങ്ങളുണ്ടല്ലോ, നമ്മൾ എന്താ പറയുക ആധാർ കാർഡല്ല, പിന്നെ ഞാൻ പാൻ കാർഡാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പാൻ കാർഡ്, പിന്നെ വോട്ടർ ID, ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ഈ 4 കാര്യങ്ങളാണല്ലോ. അപ്പം ഞാൻ പാൻ കാർഡാണ് കൊടുക്കാതിരുന്നത്. പാൻ കാർഡിലുള്ള ആ പേര് തന്നെ വേണം നമുക്ക് ഇതിൽ മോണിറ്റൈസേഷന് അതിന് ഫോം കൊടുക്കേണ്ടെന്ന് പിന്നീടാണ് മനസ്സിലായത്. എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ നെയിം നോക്കിയപ്പം കിടക്കുന്നത് എൻ്റെ ചാനലിൻ്റെ പേരാണ്. എൻ്റെ ചാനലിൻ്റെ പേര് രജി സതി അബി ബ്ലോഗ് എന്നാണ്. അപ്പം രജി സതി അബി എന്ന് കിടക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നെയിം അത് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിട്ടു. അത് വിട്ടിട്ട് അഡ്രസ്സൊക്കെ കറക്റ്റാണ് ഫില്ല് ചെയ്തു. തമിഴ്നാട്ടിലാണ് കിടക്കുന്നത്. അഡ്രസ്സൊക്കെ കറക്റ്റ്, എൻ്റെ തമിഴ്നാട്ടിലെ അഡ്രസ്സാണ് കൊടുത്തത്. അത് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് വന്നിട്ട് പിന്നെ തെറ്റിയെന്ന് വെച്ചാൽ അത് അത്രയും കൊടുത്തിട്ട് പാൻ കാർഡിലെ അഡ്രസ്സ് മാറ്റി. പാൻ കാർഡിൽ എൻ്റെ കേരളത്തിലെ അഡ്രസ്സാണ്. ചേട്ടനോട് പറഞ്ഞ് പെട്ടെന്ന് തന്നെ പാൻ കാർഡിലെ അഡ്രസ്സ് ഞാൻ മാറ്റിയത്. സ്പീഡ് പോസ്റ്റിൽ നിന്ന് തിങ്കളാഴ്ച കിട്ടും അത്. അങ്ങനെ സ്റ്റെപ്പ് 1 ശരിയായി, അങ്ങ് വിട്ടു. സ്റ്റെപ്പ് 2 എനിക്ക് മിസ്റ്റേക്ക് നല്ലവണ്ണം പറ്റിയത്. കാരണം എന്ന് വെച്ചാൽ അതിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടോ എന്ന്. ഞാൻ വിചാരിച്ചതാണ് നമ്മൾ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉള്ളപ്പോഴാണ് നമ്മൾ ചാനൽ തുടങ്ങുന്നത്. ആ അക്കൗണ്ട് ആയിരിക്കും ചോദിക്കുന്നത് വെച്ചാൽ ഞാൻ S കൊടുത്തു. S
ഐ ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്ന് കൊടുത്തു. പക്ഷെ പിന്നീട് നോർമലായി വീഡിയോ എല്ലാം തപ്പിപ്പിടിച്ച് നോക്കി പഠിച്ചു വന്നപ്പോഴത്തേക്കാണ് എനിക്ക് പറ്റിയ അമളി മനസ്സിലായത്. ആ ഒരു ഷോക്കിൽ ഞാൻ ചെയ്തതെല്ലാം മണ്ടത്തരമായിരുന്നു, തെറ്റായിരുന്നു. കാരണം എന്ന് വെച്ചാൽ രണ്ടാമത്തെയാണ് കൊടുക്കേണ്ടത്. നോ ഐ ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അവർ എന്താ അക്കൗണ്ട് നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ അക്കൗണ്ട് അതിലോട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയായിരുന്നു അത്. പിന്നെ എനിക്ക് ആദ്യമായി ഗൂഗിൾ ആഡ്സൻസ് എന്നെ ഏത് അക്കൗണ്ടാണ് എടുത്തതെന്ന് അറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് മുന്നേ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട്, rajitha@gmail.com എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാനൽ തുടങ്ങാൻ വേണ്ടി എടുത്ത ഒരു അക്കൗണ്ടാണ്. പക്ഷേ അതിൻ്റെ പാസ്വേഡ് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ആ അക്കൗണ്ട് വിട്ടിട്ട് പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയാണ് ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഗൂഗിൾ ആഡ്സൻസ് ആ അക്കൗണ്ടിലായിരിക്കും എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആകെ ടെൻഷൻ അടിച്ചു. പേരും മാറ്റി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ നമ്മളെ യൂട്യൂബിൽ വീഡിയോ സെർച്ച് ചെയ്തപ്പോൾ നമ്മളെ ID വെരിഫിക്കേഷൻ ഏതാണോ കൊടുക്കുന്നത് അതിലുള്ള കറക്റ്റ് പേര് തന്നെ ആയിരിക്കണം ഈ ഫോമിൽ കൊടുക്കേണ്ടതെന്ന് കണ്ടു. അപ്പോഴും ഞാൻ വിചാരിച്ചു, അയ്യോ എൻ്റെ ചാനലിൻ്റെ പേരാണല്ലോ കിടക്കുന്നത്, എൻ്റെ പേരാണല്ലോ കൊടുക്കേണ്ടതെന്ന്. എൻ്റെ ഫുൾ പേര് രജിത കുമാരി എന്നാണ്. അതാണ് എൻ്റെ പാൻ കാർഡിൽ കിടക്കുന്നത്. അങ്ങനെ ഞാൻ എന്താ പറയുക ആകെ ടെൻഷനായി. പിന്നെ എനിക്ക് ഉറക്കമില്ല, തലവേദനയും കാര്യങ്ങളും. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇപ്പോഴൊന്നും മോണിറ്റൈസേഷൻ ആവണ്ടായിരുന്നു എന്നുള്ള ഒരു ചിന്ത വരെ തോന്നി എനിക്ക്. എല്ലാവരും മോണിറ്റൈസേഷൻ ആകുമ്പോൾ നല്ല സന്തോഷത്തിലൊക്കെ ആയിരിക്കും. ഞാൻ ആകെ തകർന്നു. എനിക്ക് ഉറക്കമില്ല. അപ്പോൾ ചേട്ടൻ സമാധാനപ്പെട്ടു, എനിക്ക് കുഴപ്പമില്ല. ഞാൻ ആദ്യം മോണിറ്റൈസേഷൻ ആയപ്പോഴും ഞാൻ പറഞ്ഞു ചേട്ടമ്മ പെയ്ഡ് വഴി ചെയ്താലോ ഈ പ്രോസസ്സ്. അപ്പോൾ ചേട്ടമ്മ കുഴപ്പമില്ല, നമുക്ക് പെയ്ഡ് വഴി ചെയ്യാൻ വേണ്ടി ഞാൻ 2 നേരം കോൺടാക്ട് ചെയ്തു. പക്ഷേ എല്ലാവരും പറയുന്ന ആ തുക നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പറ്റാത്ത ഇതായിരുന്നു. ഹാഫ് മോണിറ്റൈസേഷന് പോലും നല്ല തുകയാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പം നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പം നമുക്കൊക്കെ ചെയ്യാവുന്ന കാര്യമുള്ളൂ, പെയ്ഡ് വഴി ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം വായിക്കാൻ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. നമുക്ക് സുഖമായിട്ട് ഒരു യൂട്യൂബിലെ ഒരു നല്ലൊരു വീഡിയോ എടുത്തിട്ട് ആ പ്രോസസ്സ് നോക്കി ചെയ്യേണ്ട കാര്യമുള്ളൂ. എനിക്ക് പറ്റിയ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ എൻ്റെ വീഡിയോ വൈറലായതും പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആയതും എല്ലാം കൂടെ എന്താ പറയുക എന്നെ വേറെ ലോകത്ത് എത്തിച്ചു കഴിഞ്ഞു. ഞാൻ ആ ഒരു മൈൻഡിലായിപ്പോയി. പിന്നെ രാത്രി 12 മണിക്കൊക്കെ വീഡിയോ ഒക്കെ സെർച്ച് ചെയ്തു. എൻ്റെ മോനാണെങ്കിൽ ചേട്ടന് ഉറങ്ങിയ സമയത്ത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് വീഡിയോ ഒക്കെ സെർച്ച് ചെയ്തു നോക്കി എങ്ങനെയാണ് ഇത് മാറ്റേണ്ടതെന്നൊക്കെ നോക്കി. പിന്നെ ഗൂഗിൾ ആഡ്സൻസ് ഓൺ ചെയ്ത് അതിൽ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ എന്നുള്ള എടുത്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നോക്കിയപ്പോൾ എൻ്റെ പേര് അതിൽ രജി സതി അബി എന്നാണ് കിടക്കുന്നത്. അത് മാറ്റി കൊടുത്തു, രജിത കുമാരി എന്നാക്കി. പിന്നെ നമ്മൾ താഴോട്ട് വന്നിട്ട് നോക്കി എൻ്റെ ഏത് അക്കൗണ്ടാണെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഭാഗ്യത്തിന് ഞാൻ ചാനൽ തുടങ്ങിയ അക്കൗണ്ടിൽ തന്നെയാണ് എൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം വരണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോഴാണ് ഇച്ചിരി നോർമലായത്. അങ്ങനെ പറ്റിയൊരു അബദ്ധം ഇത് ഇനി വരുന്ന ഒരു ആവർത്തിക്കാതിരിക്കാനാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പം മോണിറ്റൈസേഷൻ ആയതിൻ്റെ സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയുക അതിൻ്റെ പ്രോസസ്സൊന്നും നടന്നിട്ടില്ല. മോണിറ്റൈസേഷൻ എനിക്ക് കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ID വെരിഫിക്കേഷന് $10 ആകുമ്പോഴേ ID വെരിഫിക്കേഷന് മെസ്സേജ് വരുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോഴുള്ള ഈ വെപ്രാളം ഇത് തന്നെയാണ് എൻ്റെ മിസ്റ്റേക്ക്. എന്താ പറയുക സമാധാനപരമായിട്ടൊന്നും ചെയ്യത്തില്ല, എല്ലാം വലിച്ച് പെട്ടെന്ന് ചെയ്ത് വെച്ചിട്ട് കോപ്രായം എല്ലാം കാണിച്ച് വെച്ചിട്ട് അവസാനം ഇരുന്ന് ടെൻഷൻ അടിക്കും. ടെക് വീഡിയോ ചെയ്യുന്നവർ അവർ തന്നെ പറയുന്നുണ്ട് 1 ടൈം പ്രോസസ്സാണ് നമ്മുടെ ഈ ഹാഫ് മോണിറ്റൈസേഷനും ഫുൾ മോണിറ്റൈസേഷനും പ്രോസസ്സുകൾ. അപ്പോൾ അത് തന്നെയാണ് ആകെ ടെൻഷൻ അടിച്ചത്. ഞാൻ എന്താ പറയുക തെറ്റിപ്പോയോ, എൻ്റെ മോണിറ്റൈസേഷൻ കട്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. എനിക്ക് ഇന്ന് ഹാഫ് മോണിറ്റൈസേഷൻ്റെ പ്രോസസ്സിൻ്റെ ചെയ്യാനുള്ളത് മെസ്സേജ് വന്നപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എനിക്ക് ഫുൾ മോണിറ്റൈസേഷൻ വന്നു. അതും അപ്പം ഞാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ച അതിൽ നമുക്ക് ഇതൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം, പേരൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് നമ്മളെ ഇമെയിൽ അഡ്രസ്സൊക്കെ ക്ലിയർ ആക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ അത് വന്നതെന്ന് വെച്ചാൽ ഗെറ്റ് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ് കിടന്നു. ഞാൻ ക്ലിക്ക് ചെയ്ത ഉടനെ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് വന്ന് നിങ്ങൾ യു ആർ എ യൂട്യൂബ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇങ്ങനെ വന്നു. അപ്പോഴേ എനിക്ക് തിരുത്താനും പറ്റാത്ത ഒരവസ്ഥയിൽ എനിക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും നല്ല സന്തോഷത്തിലായിരിക്കും. കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞ് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് സന്തോഷമായിരിക്കും. സത്യം പറയാമല്ലോ, ഞാൻ നല്ല ടെൻഷൻ അടിച്ചാണ് അതെല്ലാം കണ്ടുകൊണ്ടിരുന്നിട്ട് എനിക്ക് ഫോൺ കാണുമ്പോഴേ എനിക്കൊരു പേടി. ഞാൻ എന്ത് ചെയ്യും, നമ്മൾ മിസ്റ്റേക്കുകൾ പറ്റിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലേ. ലാസ്റ്റ് ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാത്രി കുത്തിയിരുന്ന വീഡിയോ എല്ലാം കണ്ട് എല്ലാം ക്ലിയർ ചെയ്തപ്പോൾ ഇപ്പം ഇത്തിരി സമാധാനത്തോടെ ഇരിക്കുകയാണ്.
പക്ഷേ ഒന്നും ആയിട്ടില്ലെന്ന് വെച്ചാൽ ആ ഒരു കടമ്പ നമ്മൾ കടന്നിട്ടേ ഉള്ളൂ. യൂട്യൂബിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ ഇനിയാണ് നമ്മൾ നല്ലവണ്ണം പ്രയത്നിക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഗൂഗിൾ ആഡ്സൻസിൽ $10 ആയാലേ ഇനി നമുക്ക് ID വെരിഫിക്കേഷന് നമുക്ക് മെസ്സേജ് വരുള്ളൂ. അപ്പം ഇനി ID വെരിഫിക്കേഷൻ കിടക്കുന്നു, ടാക്സ് വെരിഫിക്കേഷൻ, പിൻ വെരിഫിക്കേഷൻ, അത് കഴിഞ്ഞ് എല്ലാം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ നോർമൽ അവസ്ഥയിലാവൂ. എൻ്റെ ഒരു സ്വഭാവം അതാണ്. BP കയറിയാൽ എനിക്ക് പിന്നെ ഒരു ഒന്നും നോർമലായിരിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവസ്ഥ. മോണിറ്റൈസേഷൻ ആയിട്ടും ഒരുമാതിരി മരവിച്ച അവസ്ഥയാണ്. അതുകൊണ്ട് വീഡിയോ നമുക്ക് ചെയ്യാനും വീഡിയോ ഇടാനും എടുക്കാനുള്ള ഒരു മനസ്സിൻ്റെ ആ ഒരു ഇതൊക്കെ പോയി, ടെൻഷൻ അടിച്ചിട്ട്. ഇനി നല്ലോണം വീഡിയോ ഇട്ടാലും നമുക്ക് $10 ആവുള്ളൂ. എനിക്കിപ്പോൾ തന്നെ $ഒന്നും കയറിയിട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ലവണ്ണം വീഡിയോ അപ്ലോഡ് ചെയ്യണം. അതൊന്നും മാനസികമായിട്ട് ഞാൻ അതിന് തയ്യാറെടുപ്പ് ആയിട്ടില്ല, വീഡിയോ ഒന്നും ഇടാനായിട്ട്. പിന്നെ അതുമല്ല നമ്മളെ ചാനലിനെ കുറിച്ച് അറിയാം, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും. കുഞ്ഞൊരു ചാനലാണ്. വീഡിയോ ഇതുവരെ ഞാനിപ്പം നല്ലോണം വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അങ്ങനെയാണ് അവസ്ഥ. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയെന്ന് ഞങ്ങൾ അറിയിക്കണം. പിന്നെ രണ്ടാമത്തത് അവസ്ഥ എന്ന് വെച്ചാൽ, എന്നെപ്പോലെ ഇനി സാധാരണക്കാർ മോണിറ്റൈസേഷൻ ആയ ഉടനെ പെട്ടെന്ന് തന്നെ സന്തോഷത്തോടെ എല്ലാം കൂടെ ടെൻഷനോട് കാര്യങ്ങളും ചെയ്യാതെ സമാധാനപരമായി BP ഒക്കെ ലോ ആക്കിയിട്ട് പതുക്കെ നമ്മൾ ആ പ്രോസസ്സൊക്കെ മുന്നേ നല്ലോണം പഠിച്ചു വെച്ചിട്ട് മൈൻഡ് റിക്കവറായിട്ട് പേടി ചെയ്യാൻ പറ്റുന്നവർക്ക് പേടി ചെയ്ത് ചെയ്യാൻ കേട്ടോ. പക്ഷെ അങ്ങനെ പേടി ചെയ്ത് ചെയ്യാൻ കഴിയില്ലാത്ത നമ്മളെപ്പോലെ സാധാരണക്കാർക്കുള്ള ആൾക്കാർക്ക് വായിക്കാൻ അറിയാമെങ്കിൽ നമ്മൾ അറിവുള്ളവരോട് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിറയെ ടെക് വീഡിയോകളുണ്ടല്ലോ എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് കണ്ട് സമാധാനപരമായി ചെയ്യുന്നതാണ് എല്ലാവർക്കും നല്ലത്. അപ്പോൾ എന്നെപ്പോലെ ആർക്കും അബദ്ധം പറ്റാതിരിക്കട്ടെ. പിന്നെ പുതിയതായിട്ട് ചാനൽ തുടങ്ങിയവർക്കും മോണിറ്റൈസേഷൻ ആവാൻ കാത്തിരിക്കുന്നവർക്കും എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആവട്ടെ, നല്ലവണ്ണം വരുമാനമൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാനെല്ലാം പറഞ്ഞതാണ് എൻ്റെ ഒരു ഊഹം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ മനസ്സിലാവോ ഉണ്ടെന്ന് അറിയത്തില്ല. കാരണം നമ്മൾക്ക് യൂട്യൂബിനെ കുറിച്ച് അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല, എങ്ങനെ സംസാരിക്കണം അങ്ങനെയൊന്നും അറിയത്തില്ല. എന്നിരുന്നാലും എൻ്റെ ഒരു ചെറിയ സന്തോഷം ഞാൻ പങ്കുവെച്ചെന്നേ ഉള്ളൂ. അപ്പം എല്ലാവരും വേഗം മോണിറ്റൈസ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ബ്ലോഗ് നിർത്തുന്നു. അപ്പോൾ എന്നെ മോണിറ്റൈസേഷൻ ചെയ്യാൻ സഹായിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക്